അതെ, ഞാൻ നിന്നെ വിട്ടു പോവാ. നീ എന്നെ ഡിസേർവ് ചെയ്യുന്നില്ല അർജുൻ. നിന്നെ പോലെയല്ല ഗൗതം. എനിക്കൊരാവശ്യം വന്നപ്പോ സഹായിക്കാൻ അവനാ മുന്നോട്ട് വന്നത്. ഇതെല്ലാം കേട്ട് തളർന്നു നിന്ന അർജുന്റെ അടുത്തേക്ക് പെട്ടെന്നാണ് ഒരു കൂട്ടം ആളുകൾ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് വില കൂടിയ വണ്ടികളിലായി വന്നിറങ്ങിയത്. അവർ അർജുന്റെ അടുത്ത് വന്നയുടനെ അവനെ സല്യൂട്ട് ചെയ്തു നിന്നു. പ്രയാഗയെ ശരിക്കും ഞെട്ടിച്ചു. പ്രയാഗ അതിശയത്തോടെ അർജുന്റെ നേർക്ക് തിരിഞ്ഞു. ആരാ അർജുൻ ഇവരൊക്കെ? എന്തിനും നിന്നെ ഇവരൊക്കെ സല്യൂട്ട് ചെയ്യുന്നു? എന്താ പ്രയാഗ, നീ എന്താ ആകെ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. എന്താടും? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ആകെ നഷ്ടത്തിലാ. നാളെ ഒരു ദിവസത്തിനുള്ളിൽ 50 കോടി രൂപ എനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതോടെ എല്ലാം പോവും. ഈ വീട്, ജോലി, കമ്പനി. 50 കോടിയല്ലേ? അത്രേ ഉള്ളോ? ഇതിനാണോ താനിങ്ങനെ ടെൻഷൻ അടിച്ചത്? 50 കോടി അല്ലേന്നോ? നീ എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ അർജുൻ? എന്റെ ക്ഷമ പരീക്ഷിക്കാതെ പോവാൻ നോക്ക്. കണ്ടോ കണ്ടോ, ഇവന് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് ശ്രമിക്കുമ്പോഴും പ്രയാഗയ്ക്ക് അർജുനോടുള്ള സ്നേഹത്തിന് മുന്നിലാണ് അവർ തോറ്റുപോകുന്നത്. പ്രയാഗയുടെ ഫോൺ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് ആ കോൾ എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവളുടെ PA അരുണയാണ് ലൈനിൽ. മാഡം, ഇവിടെ ആകെ പ്രശ്നോ. സ്റ്റാഫ് എല്ലാവരും ജോലി ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത്. ഇനി സമരം ചെയ്യുമെന്നൊക്കെ. ശമ്പളം കിട്ടാത്തോണ്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡാണ്. നാളെ അവര് തന്നെ കമ്പനി അടച്ചു പൂട്ടുമെന്ന് നമുക്ക് ഭീഷണിയുണ്ട്. നമ്മൾ എന്താ മാം ചെയ്യാ? അരുണ പറയുന്നത് കേട്ടപ്പോൾ തന്നെ പ്രയാഗയ്ക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. അവൾക്ക് ശരീരമാകെ തളരുന്നത് പോലെ തോന്നി. മാം പോയോ? ഹലോ അരുണ, അവരോട് പറയൂ നാളെ തന്നെ സാലറി ഫുള്ള് സെറ്റിൽ ചെയ്യുന്നു. പ്രയാഗയ്ക്ക് അറിയാമായിരുന്നു തന്നെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലെന്ന്. എങ്കിലും തൽക്കാലത്തേക്ക് അങ്ങനെയെങ്കിലും ഒരു ഉറപ്പ് കൊടുക്കണമെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്നാണ് പ്രയാഗയ്ക്ക് അവളുടെ കസിൻ കാവ്യയുടെ കോൾ വന്നത്. എടോ, ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. നമുക്ക് ഗൗതത്തിനോടൊന്ന് സംസാരിച്ചു നോക്കാം. അവനിപ്പോ ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. ശരിക്കും? അതേ മോളെ, നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ എന്തായാലും അവൻ സഹായിക്കും. എനിക്ക് ഉറപ്പാ. അത് കേട്ടപ്പോൾ പ്രയാഗയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ഇതിനിടയിൽ അർജുൻ തന്റെ റൂമിലേക്ക് പോയി ആരും കാണാതെ ഒരു കോൾ ചെയ്യുകയായിരുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പൊ തന്നെ പ്രയാഗയുടെ ശ്രാവണ ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുക്കണം. എത്രയാണ് സെറ്റിൽ ചെയ്യേണ്ട എമൗണ്ട് എന്നും കമ്പനിയിലെ ജോലിക്കാർക്ക് കൊടുക്കേണ്ട സാലറി എത്രയാണെന്നും കൃത്യം അറിഞ്ഞ ശേഷം നാളെ ഈവനിങ്ങിനുള്ളിൽ തന്നെ എല്ലാ സെറ്റിൽമെന്റും നടന്നിരിക്കണം. പിന്നെ പ്രധാനമായും മറ്റൊരു കാര്യം, ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് അവൾ ഒരിക്കലും അറിയരുത്. അന്നേ ദിവസം രാത്രി പ്രയാഗയ്ക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് കാവ്യ വീണ്ടും അവളെ വിളിച്ചത്. എന്തായി? നീ ഗൗതത്തോട് സംസാരിച്ചോ? എന്താവും പറഞ്ഞേ? ഞാനൊന്ന് പറയട്ടെ മോളെ, നീ ആദ്യം ഒന്ന് സമാധാനിക്ക്. ഞാൻ ഗൗതത്തിനോട് സംസാരിച്ചു. നിന്നെ സഹായിക്കാൻ അവന് സന്തോഷമേ ഉള്ളൂ. അവൻ നാളെ തന്നെ നിന്റെ ഓഫീസിൽ വന്ന് എല്ലാ ക്ലയൻസിനെയും കാണും. താങ്ക് യു സോ മച്ച്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല കാവ്യ. അത്രയ്ക്ക് നന്ദിയുണ്ട്. പിറ്റേ ദിവസം പ്രയാഗ ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് വണ്ടിയുടെ ടയർ പഞ്ചറായത് ശ്രദ്ധയിൽപ്പെട്ടത്. എന്താ മോളെ നീ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? വണ്ടി പഞ്ചറായെങ്കിൽ ഞാൻ ബൈക്കിൽ കൊണ്ടുവിടാന്നേ. 5 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ പ്രയാഗയുടെ ഓഫീസിന് മുന്നിലെത്തി. ഇത് കണ്ട മറ്റ് സ്റ്റാഫുകൾ അർജുന്റെ പഴഞ്ചൻ ബൈക്കും ലുക്കും കണ്ട് മാറി നിന്ന് ചിരിക്കുന്നുണ്ട്. പ്രയാഗയും ഇത് കണ്ടിരുന്നു. അവൾക്കാകെ നാണക്കേട് തോന്നിയെങ്കിലും അതിലുപരി ഇന്ന് ഗൗതവുമായുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് അതുമാത്രമായി ചിന്ത. അപ്പോഴേക്കും ഒരു ഓഡിയോ ഓഫീസിന് മുന്നിലായി വന്നു നിന്നു. അതിൽ നിന്നും ഗൗതം ഇറങ്ങി. അവന്റെ നോട്ടം ആദ്യമേ പോയത് അർജുന്റെ നേർക്കായിരുന്നു. പ്രയാഗ, നീ എന്താ ഈ പന്ന ബൈക്കില്? നേരത്തെ പറയായിരുന്നെങ്കിൽ ഞാൻ വന്ന് പിക്ക് ചെയ്യില്ലേ? ഗൗതം, താൻ ക്ലയൻസിനോട് സംസാരിച്ചോ? എല്ലാം ഓക്കെ ആവുമായിരിക്കും അല്ലേ? ഞാൻ കൂടെയുള്ളപ്പോ നീ എന്തിനാ മോളിങ്ങനെ ടെൻഷൻ ആവുന്നത്? ഇവനേതാ? നിന്റെ ബോഡി ഗാർഡാണോ? ഇങ്ങനെയുള്ള ലോ ക്ലാസ്സുകളായിട്ടാണോ താൻ നടക്കുന്നത്?
ഇത് കേട്ടതും അർജുൻ ദേഷ്യം സഹിക്കാതെ ഗൗതത്തിന്റെ കവിളിൽ തന്നെ ഒന്ന് കൊടുത്തു. അവിടെ കൂടി നിന്ന മറ്റ് സ്റ്റാഫുകളൊക്കെ ഈ കാഴ്ച കണ്ട് ചിരിക്കാൻ തുടങ്ങി. എന്റെ മുമ്പിൽ നിന്ന് എന്റെ ഭാര്യയെ തൊടുന്നോടാ നാറി. ഞാൻ കുറെ നേരമായി സഹിക്കുന്നു. നീ ലിമിറ്റ് വിട്ട് പെരുമാറുന്നത് നിർത്തിക്കും. അർജുൻ, എന്ത് തോന്നിയാസം നീ കാണിച്ചേ? എന്നെ ഒന്ന് സഹായിക്കാനല്ലേ അർജുൻ നിന്നോട് ഞാൻ പറഞ്ഞത്? എന്നിട്ടും നാശം. എന്തിനാ മോളെ നീ എന്നോട് ദേഷ്യപ്പെടുന്നേ? നീ കണ്ടതല്ലേ ഇവൻ എന്താ കാണിച്ചു തന്നു? സോറി പ്രയാഗ, ഇനി ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല. നിന്റെ എല്ലാം തികഞ്ഞ ഭർത്താവുണ്ടല്ലോ, അവൻ സോൾവ് ചെയ്യട്ടെ നിന്റെ പ്രോബ്ലംസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗൗതം തന്റെ കാറിൽ കയറി തിരിച്ചുപോയി. ഗൗതം ദേഷ്യപ്പെട്ടു പോയത് കണ്ടതും പ്രയാഗയ്ക്ക് ദേഷ്യവും സങ്കടവും കൂടി വന്നു. അവൾ അർജുനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്കു പറയാൻ തുടങ്ങി. നിനക്കിപ്പൊ സന്തോഷായോ? എന്തിനാ എന്നെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിലും കോമാളിയാക്കിയത്? നിനക്ക് എന്റെ ഈഗോയാണോ? സോറി എങ്കിലും പറയാറുന്നില്ലേ? ഇത്രയും നാള് നീ ഒരു കഴിവില്ലാത്തവനാണെന്ന് കരുതിയ, അപ്പൊ നീ ഒരു സാഡിസ്റ്റ് കൂടിയാണെന്ന് തെളിയിച്ചു. ഇനി ഞാൻ എന്ത് പറയും ഗൗതത്തിനോട്? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോ. പ്രയാഗ അവിടെ നിന്നും ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞ് രേണുകയും കാവ്യയും പ്രയാഗയുടെ വരവും കാത്ത് വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞതിപ്പോ എന്തായി? ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ അവനെ കല്യാണം കഴിച്ചു. ഇപ്പൊ നിന്റെ അവസ്ഥ നോക്ക്. അവന്റെ തനി സ്വഭാവം ഇപ്പൊ കണ്ടല്ലോ. പ്രയാഗ അമ്മ പറയുന്നത് ശ്രദ്ധിക്കാതെ തന്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയതും കാവ്യ അവളെ തടഞ്ഞു. പ്രയാഗ, നീ ഒന്ന് നിൽക്ക്. ഞാൻ ഗൗതത്തിനോട് സംസാരിച്ചിരുന്നു. അവൻ നിന്നെ ഇപ്പോഴും സഹായിക്കാൻ റെഡിയാ. പക്ഷേ ഒരൊറ്റ കണ്ടീഷനുണ്ട്. നീ അർജുനെ ഡിവോഴ്സ് ചെയ്ത് ഗൗതത്തിനെ കല്യാണം കഴിക്കണം. നിനക്ക് സമ്മതമാണെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഗൗതം പരിഹരിക്കും, ഉറപ്പ്. പ്രയാഗ കാവ്യയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി. നീ എന്തിനാ അവളെ നോക്കി പേടിപ്പിക്കുന്നേ? കാവ്യ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഗൗതത്തിന് എല്ലാം ഉണ്ട്. കാണാനും കൊള്ളാം, കയ്യിൽ നല്ല കാശും ഉണ്ട്. ഒന്നിനും കൊള്ളാത്ത ആ അർജുനെ ഒഴിവാക്കി നിനക്ക് ഗൗതത്തിനെ കെട്ടിക്കൂടെ? പ്രയാഗ അമ്മയ്ക്ക് മറുപടിയൊന്നും കൊടുത്തില്ല. അവൾ മറ്റെന്തോ കാര്യമായ ചിന്തയിലായിരുന്നു. അപ്പോഴാണ് പ്രയാഗയ്ക്ക് അവളുടെ ഒരു ക്ലയന്റിന്റെ കോൾ വന്നത്. ഹലോ പ്രയാഗ, ഞാൻ പറഞ്ഞ പേയ്മെന്റ്സ് എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് റൂഡായി സംസാരിച്ചിരുന്നു. ഐ എം സോറി. പ്രയാഗ അത് കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ആ കോൾ കട്ടായതും അടുത്ത കോൾ വന്നു. അത് പി എ അരുണയുടെ കോളായിരുന്നു. മാഡം, നമ്മുടെ സ്റ്റാഫിന്റെ സാലറി ഒക്കെ ആരോ പേ ചെയ്തിട്ടുണ്ട്. ഇനി സമരമൊന്നും നടത്തില്ല എന്നവർ ഉറപ്പ് തന്നു. ഇനി പേടിക്കാൻ ഒന്നുമില്ല മാഡം. പ്രയാഗയ്ക്ക് ആകെപ്പാടെ ഒരു സംശയം തോന്നി. എന്തൊക്കെയാണ് പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. എടോ, എന്തു പറ്റി? ആരെ വിളിച്ച്? എന്റെ ഒരു ക്ലയന്റാ വിളിച്ചത്. എല്ലാ കടങ്ങളും ആരോ കൊടുത്ത് സെറ്റിൽ ചെയ്തത്രേ. അത് മാത്രമല്ല, സ്റ്റാഫിന്റെ സാലറിയും ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ആരാ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, നിനക്ക് മനസ്സിലായില്ലേ? അത് നമ്മുടെ ഗൗതം തന്നെ. ആ അർജുൻ അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും ഗൗതം നിന്നെ സഹായിച്ചല്ലോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ കാണായിരുന്നു. ഇപ്പൊ മനസ്സിലായോ ആരുടെ ട്രൂ ലവെന്ന്? പ്രയാഗയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്താകും പ്രയാഗ തീരുമാനിക്കുന്നതെന്നറിയാൻ രേണുകയും കാവ്യയും ക്ഷമയോടെ നിൽക്കുകയാണ്. ഇതേ സമയം അർജുൻ ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. എല്ലാം റെഡിയാക്കിയില്ലേ? നാളെ എല്ലാം പ്രോപ്പറായി നടന്നിരിക്കണം. ഞാൻ പറഞ്ഞെല്ലാം റെഡിയല്ലേ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ സർപ്രൈസിനെ കുറിച്ച് ഒരു കുഞ്ഞു പോലും അറിയരുത്. അടുത്ത ദിവസം രാവിലെ അർജുൻ വലിയ സന്തോഷത്തിലായിരുന്നു. ഇന്നാണ് അവൻ പ്രയാഗയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. അവൻ അവൾക്ക് വേണ്ടി വളരെ വില കൂടിയ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു. അത് കൊടുക്കാനായി അവൻ വീട് മുഴുവനും പ്രയാഗയെ തിരഞ്ഞെങ്കിലും അവളെ അവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല. അർജുൻ പെട്ടെന്ന് തന്നെ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. എന്നാൽ അത് സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അപ്പോഴാണ് വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നത്. ആ കാറിൽ നിന്നും രേണുകയും കാവ്യയും പ്രയാഗയും ഇറങ്ങി. അർജുൻ ആകെ ടെൻഷനിൽ പ്രയാഗയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോളെ, നീ എവിടെയായിരുന്നു? ഞാൻ ആകെ പേടിച്ചുപോയി. അപ്പോഴാണ് കാറിൽ നിന്നും ഗൗതം ഇറങ്ങി വരുന്നത് അർജുൻ ശ്രദ്ധിച്ചത്. അവൻ സംശയത്തോടെ ഗൗതമിനെ നോക്കി. ഓ, നീ എന്താ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയിരിക്കുകയായിരുന്നോ? എന്നാലേ നിനക്ക് ഞങ്ങളുടെ വക ഒരു സർപ്രൈസ് ഉണ്ട്. കാവ്യ അർജുനോട് പ്രയാഗ അവനെ ഡിവോഴ്സ് ചെയ്ത് ഗൗതത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത അവതരിപ്പിച്ചു.
അതെ, ഞാൻ നിന്നെ വിട്ടു പോവാ. നീ എന്നെ ഡിസേർവ് ചെയ്യുന്നില്ല അർജുൻ. നിന്നെ പോലെയല്ല ഗൗതം. എനിക്കൊരു ആവശ്യം വന്നപ്പോ സഹായിക്കാൻ അവനാ മുന്നോട്ട് വന്നത്. ഇതെല്ലാം കേട്ട് തളർന്നു നിന്ന അർജുന്റെ അടുത്തേക്ക് പെട്ടെന്നാണ് ഒരു കൂട്ടം ആളുകൾ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് വില കൂടിയ വണ്ടികളിലായി വന്നിറങ്ങിയത്. അവർ അർജുന്റെ അടുത്ത് വന്ന ഉടനെ അവനെ സല്യൂട്ട് ചെയ്ത് നിന്നു. അർജുനോടുള്ള അവരുടെ പെരുമാറ്റവും ബഹുമാനവും പ്രയാഗയെ ശരിക്കും ഞെട്ടിച്ചു. പ്രയാഗ അതിശയത്തോടെ അർജുന്റെ നേർക്ക് തിരിഞ്ഞു. ആരാ അർജുൻ ഇവരൊക്കെ? എന്തിനും നിന്നെ ഇവരൊക്കെ സല്യൂട്ട് ചെയ്യുന്നത്? പ്രയാഗയുടെ ചോദ്യങ്ങൾക്കിടയിൽ തന്നെ റോൾസ് റോയ്സിൽ നിന്നും ഒരു സുന്ദരിയായ പെൺകുട്ടി ഇറങ്ങി വന്ന് ഒരു ബോക്സ് പ്രയാഗയുടെ നേരെ തുറന്നു കാണിച്ചു. ഏകദേശം 20 കോടിയോളം വിലമതിക്കുന്ന ഒരു ചുവന്ന ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു ആ ബോക്സിൽ. കാവ്യയും ഗൗതവും അത് കണ്ട് കണ്ണു തള്ളി നിന്നു. പെട്ടെന്നാണ് പ്രയാഗയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. അവൾ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഓക്കാനിച്ചു. അർജുനും പ്രയാഗയും വീണ്ടും ഒന്നിക്കുമോ? പ്രയാഗയിൽ നിന്നും എന്ത് രഹസ്യമാണ് അർജുൻ മറച്ചു പിടിക്കുന്നത്? അർജുൻ എങ്ങനെയാണ് ഇത്രയും വില കൂടിയ ഒരു നെക്ലേസ് വാങ്ങിക്കാൻ കഴിയുക? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.